നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു യാത്രയുടെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് പോകാൻ പോകുന്നത് മൈസൂരിൽ നിന്ന് ഹൈദരാബാദിനാണ്. അപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മൈസൂരു കച്ചേഗുഡ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ വണ്ടി ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് വൈകുന്നേരം 3:15 ഇത് കാച്ചിഗുഡയ്ക്ക് പോകുന്നത്. കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന വണ്ടിയേക്കാൾ എളുപ്പമുള്ള റൂട്ടിലൂടെ പോകുന്ന ഒരു വണ്ടിയാണ് ഈ മൈസൂരു കാച്ചേഗുഡ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് മൈസൂരു കച്ചേഗുഡ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 12786. അങ്ങനെ 3:15 തന്നെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുകയാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ പതുക്കെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ സുന്ദരമായൊരു റെയിൽവേ സ്റ്റേഷനാണ് മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നിരവധി ട്രെയിനുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ഏകദേശം 12ഓളം പ്ലാറ്റ്ഫോമുകൾ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മൈസൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അതിസുന്ദരമായ റെയിൽവേ സ്റ്റേഷൻ. പൊതുവെ മലയാളികൾ അങ്ങനെ സന്ദർശിക്കാത്ത അല്ലെങ്കിൽ യാത്ര ചെയ്യാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായിരിക്കും മൈസൂരു റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ യാത്ര മൈസൂർ റെയിൽവേ സ്റ്റേഷനെ പുറകോട്ട് ആക്കിക്കൊണ്ട് കച്ചേഗുഡയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ യാത്ര തുടരുകയാണ്. മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത്. മൈസൂർ പിന്നിട്ട് കഴിഞ്ഞാൽ സുന്ദരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ബാംഗ്ലൂർ വരെ ഈ ട്രെയിൻ എത്തുന്നത്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എത്തുന്നിടം വരെ ഈ ട്രെയിന് ആകെ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. മാണ്ഡ്യ എന്ന റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുകയുള്ളൂ. അതുപോലെ തന്നെ മൈസൂരു കച്ചേഗുഡ ഈ എക്സ്പ്രസ് ട്രെയിൻ എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണ്. കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് ഹൈദരാബാദ് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ട്രെയിനാണ് ഇത്. സുന്ദരമായ കാഴ്ചകളാണ് ബാംഗ്ലൂർ എത്തുന്നിടം വരെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നയനസുന്ദരമായ കാഴ്ചകൾ. അങ്ങനെ മാണ്ഡ്യ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയം ഇവിടെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ മാണ്ഡ്യ അറിയാമല്ലോ, മുൻ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൗഡയുടെയൊക്കെ ഒരു പ്രദേശമാണ് മാണ്ഡ്യ. മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനും പിന്നിട്ട് ഇനി ഇത് ബാംഗ്ലൂർ മാത്രമേ നിർത്തുകയുള്ളൂ. എന്നാൽ ബാംഗ്ലൂർ സെൻട്രലിൽ പോകുകയുമില്ല. മാണ്ഡ്യ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഈ ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് ബാംഗ്ലൂരിൻ്റെ കവാടമായിട്ടുള്ള കെങ്കേരി റെയിൽവേ സ്റ്റേഷനിലാണ്. കെങ്കേരി എത്തുന്നിടം വരെ അതിസുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സുന്ദരമായ അകലെ കാണുന്ന വലിയ പാറക്കെട്ടുകൾ, വലിയ പാറമലകൾ, എത്ര സുന്ദരമായ കാഴ്ച. ഈ കാഴ്ചകൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ചെറിയ വിവരങ്ങൾ സൂചിപ്പിക്കാം. ഇതേ ട്രെയിൻ തന്നെ കച്ചേഗുഡയിൽ നിന്ന് തിരിച്ച് മൈസൂർക്ക് ട്രെയിൻ നമ്പർ 12785 എല്ലാ ദിവസവും മൈസൂർക്ക് വരുന്നുണ്ട്. മൈസൂർക്ക് വരുന്ന കച്ചാഗുഡയിലെ സമയം വൈകിട്ട് 7:05 അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാണ്ഡ്യയിൽ നിന്ന്
ബാംഗ്ലൂർ വരെ എത്തുന്നിടത്തുള്ള സുന്ദരമായ കാഴ്ചകളാണ്. എത്ര സുന്ദരമായ കാഴ്ചകൾ! കൃഷി, അതുപോലെ തന്നെ ദൂരെയുള്ള മലനിരകൾ. ഇതിലൂടെയുള്ള യാത്ര അതിസുന്ദരമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം. അതിസുന്ദരമായ കാഴ്ചകളാണ്. ബാംഗ്ലൂർ ഈ ട്രെയിൻ എത്തുന്നത് വൈകുന്നേരം 6:40 ഏകദേശം 10 മിനിറ്റോളം ബാംഗ്ലൂർ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇത് നിർത്തും. യഥാർത്ഥത്തിൽ ഇത് ബാംഗ്ലൂർ മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. ഈ ട്രെയിൻ കടന്നു പോകുന്നത് യലഹങ്ക എന്ന റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. അപ്പോൾ ഒരു എളുപ്പമാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പതുക്കെ പതുക്കെ എത്തിയിരിക്കുന്നു. കെങ്കേരി റെയിൽവേ സ്റ്റേഷൻ എത്താനായിരിക്കുന്നു. കെങ്കേരി മുതൽ ബാംഗ്ലൂർ നഗരം ആരംഭിക്കുകയാണ്. മനോഹരമായ കെട്ടിട സമുച്ചയങ്ങൾ. അങ്ങനെ കെങ്കേരി സ്റ്റേഷൻ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയൊരു സ്റ്റേഷനാണ്, എന്നാൽ നിരവധി ട്രെയിനുകൾ നിർത്തുന്ന ഒരു സ്ഥലവുമാണ്. ബാംഗ്ലൂരിൻ്റെ മനോഹരമായ കെട്ടിട സമുച്ചയങ്ങളുടെ കാഴ്ച കാണണമെങ്കിൽ ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യണം. ബഹുനില കെട്ടിടങ്ങളുടെ ഒരു സുന്ദരമായ കാഴ്ച അത് ഈ ട്രെയിനിൽ പോയാൽ മാത്രമേ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബാംഗ്ലൂർ ഒരു മഹാനഗരമാണ്. ആ മഹാനഗരത്തിലെ മഹാനില കെട്ടിടങ്ങൾ വളരെ സുന്ദരമായി. ട്രെയിൻ ഈ സ്ഥലങ്ങളിലൂടെയെല്ലാം വേഗത കുറച്ച് പോകുമ്പോൾ നമുക്ക് അത് കാണുവാൻ വളരെ സുന്ദരമായി തോന്നും എന്നുള്ളതാണ് ട്രെയിന് പോകുമ്പോഴുള്ള പ്രത്യേകത. അങ്ങനെ മെട്രോയുടെയൊക്കെ പാലങ്ങൾ കാണാം. മെട്രോ കെങ്കേരി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ മെട്രോയുടെ പാലങ്ങളും കടന്ന് വീണ്ടും 10-40 നിലകളുള്ള കെട്ടിടങ്ങളുടെ കാഴ്ചകളിലൂടെ ഇങ്ങനെ നമ്മുടെ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഏകദേശം 6 മണിയോളം ആകാൻ പോകുന്നു. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം സാധാരണക്കാർ ജീവിക്കുന്ന ചെറിയ ചെറിയ ഫ്ലാറ്റുകളുടെ കാഴ്ചകളാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന എത്രയോ മലയാളികളാണ് ഇതുപോലുള്ള ഫ്ലാറ്റുകളിൽ ജീവിച്ച് അവരുടെ അന്നം തേടുന്നത്. ഈ സുന്ദരമായ കാഴ്ച, ഈ മനോഹരമായ കാഴ്ച ട്രെയിനിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തിരക്കോട് തിരക്ക്, ഇറങ്ങേണ്ടവരുടെ തിരക്ക് ഒരു ഭാഗത്ത്, അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറി വരുന്നവരുടെ തിരക്ക് വേറൊരു ഭാഗത്ത്. ഒരു വല്ലാത്ത കാഴ്ചയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ കാഴ്ച, വല്ലാത്ത. അങ്ങനെ ബാംഗ്ലൂർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ പിന്നിടുകയാണ്. ഈ ട്രെയിൻ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ പിന്നിട്ടാണ്. ചിത്രദുർഗ, ധർമാവരം, കർണൂൽ എന്നീ സ്റ്റേഷനുകൾ ഈ ട്രെയിൻ പിന്നിടുന്നുണ്ട്. ഇതിനോട് ചേർത്ത് മറ്റൊരു സുന്ദരമായ കാഴ്ച ഇതിനിടയ്ക്ക് കണ്ടത് ട്രെയിൻ കുളിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ട്രെയിനെ കുളിപ്പിക്കുന്ന സംഗതി നോക്കൂ. നമ്മുടെ കാർ വാഷ് പോലെ ട്രെയിൻ വാഷ് ചെയ്യുന്ന സ്ഥലം. അതിനിടയ്ക്കൂടെയുള്ള പാളത്തിലൂടെ ട്രെയിനിൻ്റെ ബോഗികൾ കടന്നു പോകുമ്പോൾ 2 സ്ഥലത്തുമുള്ള തൂവലുകൾ പോലുള്ള സാധനം ട്രെയിനെ കുളിപ്പിക്കുന്നു. അതൊരു കാഴ്ച. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ബാംഗ്ലൂർ കാൻഡ് റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. വളരെ പുരാതനമായ റെയിൽവേ സ്റ്റേഷൻ, സൈനിക താവളത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. സമയം രാത്രിയായിരിക്കുന്നു. നമ്മൾ യലഹങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയുള്ള കാഴ്ചകൾ രാത്രിയുടെ കാഴ്ചകളാണ്. അത് നമുക്ക് വീഡിയോയിൽ പകർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് കാഴ്ചകൾ ലഭിക്കുന്നത് കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ്. അപ്പോൾ കച്ചേഗുഡയിലേക്ക് രാവിലെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുളിയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തി ഏകദേശം 30 രൂപയ്ക്ക് കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ ഇതാണ് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം. ഹൈദരാബാദിലെ 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഒന്ന് സെക്കന്ദരാബാദും പിന്നെ ഒന്ന് കാച്ചിഗുഡയും. ഈ മൈസൂരിൽ നിന്ന് വന്ന വണ്ടി കാച്ചിഗുഡയിലാണ് എത്തിയത്. ഈ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു മുൻപിൽ തന്നെയാണ് കേട്ടോ ഈ കാച്ചിഗുഡയിൽ നിന്ന് പല സ്ഥലത്തേക്കും
ആളുകൾക്ക് പോകേണ്ട ബസ് കയറേണ്ട ബസ് സ്റ്റേഷൻ ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് തന്നെയാണ് ബസ് സ്റ്റേഷൻ. തൊട്ട് മുമ്പിൽ തന്നെ, എവിടെയും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ട് മുമ്പിൽ തന്നെയാണ് കാച്ചിഗൂഡ ബസ് സ്റ്റേഷനുള്ളത്. ഇന്നലെ വൈകിട്ട് 3:15 ആരംഭിച്ച യാത്ര പിറ്റേന്ന് വെളുപ്പിന് 5:40 ആയപ്പോൾ കാച്ചിഗൂഡ റെയിൽവേ സ്റ്റേഷനിലെത്തി, ഹൈദരാബാദ്. അപ്പോൾ ഇവിടെ ചെറിയ മഴയുടെയൊക്കെ ലക്ഷണം കാണിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കാച്ചിഗൂഡ വരെ വന്ന ട്രെയിൻ യാത്രയിൽ കണ്ട ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.